ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവർക്കും സുഖമാണ്. ലാസ്റ്റ് ഇട്ട വീഡിയോ ക്രിസ്മസ് അപ്പൻ്റെ ഒപ്പമുള്ള ക്രിസ്മസ് സെലിബ്രേഷനായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനും കുറേ ബിസി ആയിപ്പോയി, കുറേ ബ്രേക്ക് വന്നിട്ടുണ്ട് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് മുതൽ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 15 ദിവസത്തിനാണ് അപ്പം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അപ്പം പോയി. അപ്പം അതിൻ്റെ ടെൻഷനിലൊക്കെ ആയിരുന്നു. അപ്പം പോയപ്പോൾ വല്ലാത്തൊരു മ്ലാനതയായിരുന്നു വീട്ടിലും. ഇവിടെ പോകുമ്പോഴും ഒക്കെ അപ്പനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പനെ കൊണ്ടാക്കാൻ പോകുന്ന എയർപോർട്ടിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കണം, വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. കാരണം അന്ന് കുറേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴായിരുന്നു അനൗൺസ്മെൻറ്റ് വന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എയർപോർട്ടിലെത്തിയതിന് ശേഷം. അതുവരെ വ്ളോഗ്സൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് ക്യാൻസലായെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായി. അങ്ങനെ ഇങ്ങനെ ആകെ ഓടിപ്പടിച്ചിൽ ഒക്കെ ആയി. ഇത് മുന്നേ ഇൻഫോർമേഷൻസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്ന ഭാഗത്ത് എൻട്രി ചെയ്തപ്പോഴാണ്, പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് അവൾ ടിക്കറ്റ് വെച്ചപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു. അപ്പോൾ പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഖത്തറിലോട്ട് ദോഹയ്ക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചെറിയ സീനൊക്കെ ഉണ്ടായി. അങ്ങനെ ടിക്കറ്റൊക്കെ ഓരോ ആൾക്കാർ കൊച്ചിയിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ടിക്കറ്റ് അവർ തന്നെ എടുത്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്നായിരുന്നു, അതായത് അപ്പയ്ക്ക് കൊച്ചിയിൽ നിന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് രാമനാട്ടുകര ബസ് സ്റ്റാൻഡ് വരെ അപ്പനാക്കാൻ പോയി. അപ്പോൾ ഒപ്പം കൊച്ചി പോകാൻ പറ്റാത്തതിൻ്റെ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറേ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. കുറേ ബുദ്ധിമുട്ടി, ടെൻഷൻ അടിച്ചു. കാരണം മുന്നേ ഇൻഫോർമേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പെട്ടെന്ന് ടിക്കറ്റ് ചോദിച്ചാൽ അപ്പോൾ കിട്ടത്തുമില്ല. കാരണം ഓൾറെഡി എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ആദ്യം റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റീഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഞങ്ങളിപ്പോൾ കൊച്ചി പോകാൻ നിൽക്കുകയാണ്. എനിക്കൊരു ഷോ ഉണ്ട്, ഫാഷൻ ഷോ കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ എൻ്റേതായ കുറേ ബിസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം ഭയങ്കര വീഡിയോസൊന്നും ഇത്രയും ദിവസം ഇടാൻ പറ്റിയിട്ടില്ല. കുറേ ദിവസമായല്ലോ വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, അപ്പം അങ്ങനെ ഷോ ചെയ്യാൻ പോവാണ് കൊച്ചിയിലേക്ക്. അപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നില്ല, കാരണം ഞാനൊന്ന് നന്നാവാൻ തീരുമാനിച്ചു. അപ്പോൾ കുറേ പഠിക്കാനുണ്ട്. എത്ര ടൈം ഉണ്ടെങ്കിലും ഫുൾ കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, സിലബസൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരായിരുന്നു. ഞാൻ കുറേ വെയിറ്റ് ചെയ്തു, പക്ഷെ തീർന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ എടുക്കാൻ തുടങ്ങി. സൺഡേ ആണ് ഷോ വരുന്നത്. സോ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ നാളത്തെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഫാസ്റ്റാക്കിയിട്ടാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് 7:40 ട്രെയിൻ. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരുന്നു. ഇപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ വരുന്നത്. അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റൊക്കെ കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. 10 മിനിറ്റൊന്നും ആയിരുന്നില്ല, കുറേ നേരം ലേറ്റായിരുന്നു. ഞങ്ങളൊന്നും അങ്ങനെ വെയിറ്റൊക്കെ ചെയ്തിട്ട് പിന്നെ ട്രെയിൻ വന്നപ്പോഴാണ് ട്രെയിനിൽ എല്ലാവരും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് റിസർവേഷനിലും എ സിയിലും എല്ലായിടത്തും കയറി നിൽക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കയറാൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു സ്യൂട്ട് കേസും ഉണ്ടല്ലോ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിലത്തെ ആളെന്നെ പറഞ്ഞു ബാക്കിൽ അടുത്ത ട്രെയിൻ വരുന്നുണ്ട്, അപ്പോൾ ഈ ടിക്കറ്റ് വെച്ചിട്ട് ആ ട്രെയിനിൽ
എന്തോ മറ്റേ TTRോട് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കയറി ഞങ്ങൾ കൺവേർട്ടൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അതാണ് ആശ്വാസം, കാരണം കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഞങ്ങൾ ഷോൻ്റെ ഒരു ദിവസം മുന്നേ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നെ, അതായത് ഫ്രൈഡേ എത്തിയിട്ടുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു ഷോ. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ എത്തിയപ്പോൾ പിന്നെ എത്തിയ ഉടനെ ഫ്രഷായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നല്ല വൈകിട്ടൊക്കെ എണീറ്റേ. അപ്പം പിന്നെ ആ ഒരു ദിവസം എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തിക്ക് ഭയങ്കര പനി ഉണ്ടായിരുന്നു. അവൾ ഈ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ തണുപ്പൊക്കെ അടിച്ചിട്ടായിരിക്കാം മേ ബി. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട്, എൻ്റെ മേമയും മാമനും കൂടെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കെന്തോ ത്രോട്ട് ഇൻഫെക്ഷൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടെ ബാൽക്കണി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.